കൊടകര കുഴൽപ്പണ കേസിൽ ഇഡി റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച സിപിഎം. ഇഡി സംരക്ഷിച്ചത് ബിജെപിയുടെ താൽപര്യമെന്ന ആക്ഷേപം. വടക്കാഞ്ചേരിയിൽ പോലീസിനെ വെട്ടിച്ച് കടന്ന കുറ്റവാളി വിനീതനായി തിരച്ചിൽ ഊർജിതം. പ്രതി കുമ്പളങ്ങാട് നിന്നും മോഷ്ടിച്ച ബൈക്കിൽ കടന്നതായി സൂചന. 1197 കോടി രൂപയുടെ ബജറ്റുമായി തൃശൂർ കോർപ്പറേഷൻ. റെയിൽവേ സ്റ്റേഷൻ മുതൽ ശക്തൻ സ്റ്റാൻഡ് വരെ എലിവേറ്റഡ് വാക്ക്ലേറ്റ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മൊഴി നൽകുന്നതിന് ഹാജരാകാൻ കെ രാധാകൃഷ്ണൻ എംപിക്ക് ഇഡി വീണ്ടും നോട്ടീസ് അയച്ചു. ഏപ്രിൽ 8-ന് ഹാജരാകാൻ നിർദ്ദേശം. SSLC പരീക്ഷ സമാപിച്ചു. അവസാന ദിനത്തിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പും പോലീസും. വാർത്തകൾ വിശദമായി. കൊടകര കുഴൽപ്പണ കേസിൽ ഇഡി റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് സിപിഎം. കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഇഡി കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടെന്ന് പറയുന്നില്ല. പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ഇഡി റിപ്പോർട്ട് ഹാജരാക്കിയത്. കേസിൽ ഇഡി സംരക്ഷിച്ചത് ബിജെപിയുടെ താൽപര്യം മാത്രമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. മൊഴി നൽകിയ ബിജെപി ഓഫീസ് സെക്രട്ടറിയുടെ മൊഴി രേഖപ്പെടുത്താൻ ഇഡി തയ്യാറായില്ലെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. കൊടകര കുഴൽപ്പണ കേസിൽ ബിജെപിക്ക് പങ്കില്ലെന്ന ഇഡിയുടെ കുറ്റപത്രത്തിനെതിരെയും ഇഡിയുടെ കള്ളക്കളി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കോർപ്പറേഷനു മുന്നിൽ സമാപിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, K രവീന്ദ്രൻ, ഗ്രീഷ്മ അജയഘോഷ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരിയിൽ പോലീസിനെ വെട്ടിച്ച് കടന്ന വടിവാൾ വിനീത് രക്ഷപ്പെട്ടത് ബുള്ളറ്റിലെന്ന് സംശയം. കുമ്പളങ്ങാട് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് കവർച്ച ചെയ്യപ്പെട്ടതായി കണ്ടെത്തി. പഷ്ണത്ത് വീട്ടിൽ ശരത്തിന്റെ KL 48 S 1360 റോയൽ എൻഫീൽഡ് ഹണ്ടർ ബൈക്കാണ് മോഷണം പോയത്. ബൈക്ക് മോഷണം പോയതായി ഇയാൾ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കിൽ താക്കോലുണ്ടായിരുന്നു. ഈ ബൈക്ക് കവർന്നത് വിനീതാണെന്നാണ് പോലീസിന്റെ നിഗമനം. വടിവാൾ വിനീത് എന്ന വിനീതിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ആലപ്പുഴ സബ് ജയിലിൽ നിന്ന് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് ചൊവ്വാഴ്ച വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാൾ പോലീസിനെ വെട്ടിച്ച് കടന്നത്. ഒപ്പം രക്ഷപ്പെട്ട ആലപ്പുഴ സ്വദേശി രാഹുലിനെ അകമ്പാടത്ത് നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. തൃശൂർ കോർപ്പറേഷന്റെ 2025-26 വർഷത്തെ ജനറൽ ബജറ്റ് ഡെപ്യൂട്ടി മേയർ ML റോസി അവതരിപ്പിച്ചു. ആകെ 1197 കോടി 10,76,000 രൂപ ചെലവും നീക്കിയിരിപ്പായി 18 കോടി 59,41,000 രൂപയും ഉൾക്കൊള്ളുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. സിൽവർ ജൂബിലി വർഷത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ കെട്ടിടങ്ങളിലെ വാടകക്കാരായ 2400 പേരുടെ 8 മാസത്തെ വാടക ഒഴിവാക്കും. പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്ന 100 നിർധന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം കോർപ്പറേഷൻ ഏറ്റെടുക്കും. ഇതിനായി 2 കോടി രൂപ മാറ്റിവെച്ചു. കോർപ്പറേഷൻ പരിധിയിലെ നിർധനരായ ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യ ഡയാലിസിസിന് 5 കോടി, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 500 പെൺകുട്ടികളുടെ വിവാഹത്തിന് ധനസഹായം നൽകാനായി 5 കോടി എന്നിങ്ങനെ വകയിരുത്തി. റോഡുകൾ, കാനകൾ, ചെറിയ പാലങ്ങൾ എന്നിവയ്ക്കായി ഓരോ ഡിവിഷനും 75 ലക്ഷം രൂപ നൽകും. പ്രധാനപ്പെട്ട റോഡുകൾ BMBC രീതിയിൽ നിർമ്മിക്കാൻ 20 കോടി, റോഡുകളുടെ സൗന്ദര്യവൽക്കരണത്തിന് 5 കോടി, സ്വരാജ് റൗണ്ടിലെ ഇന്നർ ഫുട്പാത്ത് നിർമ്മാണത്തിന് 5 കോടി, റെയിൽവേ സ്റ്റേഷൻ KSRTC ശക്തൻ സ്റ്റാൻഡ് വരെയുള്ള എലിവേറ്റഡ് വാക്യുലേറ്ററിന് 15 കോടി, മോണോ റെയിലിന് 2 കോടി രൂപയും വകയിരുത്തി. പാർക്കുകളുടെ നവീകരണത്തിന് 10 കോടി, 200 പൂന്തോട്ടങ്ങൾ നിർമ്മിക്കാൻ 5 കോടി രൂപ, എലിവേറ്റഡ് ഹൈവേ 1 കോടി, ടാഗോർ സെന്റിനറി ഹാളിന് 10 കോടി, ചെമ്പൂക്കാവ് ഷോപ്പിംഗ് കോംപ്ലക്സിന് 50 ലക്ഷം, ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിനും പുനരധിവാസത്തിനും 10 കോടി, ഒല്ലൂർ മാർക്കറ്റ് ടൗൺ ഹാൾ വിത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് 10 കോടി, ലാലൂർ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സിന്റെ പൂർത്തീകരണത്തിനും അനുബന്ധ വികസനത്തിനും 5 കോടി രൂപയും MG റോഡ് വികസനത്തിന് 10 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മൾട്ടി ലെവൽ പാർക്കിങ്ങിന് 15 കോടി, ശക്തൻ നഗർ വികസനം 12 കോടി, ഫ്ലൈ ഓവറുകൾക്ക് 50 ലക്ഷം, മുൻ മുഖ്യമന്ത്രിമാരുടെയും സാമൂഹിക പരിഷ്കർത്താക്കളുടെയും പ്രതിമ നിർമ്മിക്കാൻ 5 കോടി, കുരിയച്ചിറയിൽ ആധുനിക അറവുശാല 15 കോടി, കുടിവെള്ള പദ്ധതികൾക്ക് 150 കോടി, സ്വച്ഛ് തൃശൂർ നിഗം പദ്ധതിക്ക് 100 കോടി രൂപയും നീക്കിവെച്ചു. P. ജയചന്ദ്രന്റെ പേരിൽ സംഗീത സദസ്സ് സംഘടിപ്പിക്കാൻ 15 ലക്ഷം, വഞ്ചിക്കുളത്ത് സ്ഥിരം സാംസ്കാരിക വേദിയൊരുക്കാൻ 25 ലക്ഷം, തൃശൂർ പൂരത്തിന് 1 കോടി, പുലിക്കളിക്ക് 50 ലക്ഷം,
ഓണാഘോഷത്തിന് 25 ലക്ഷം രൂപയും നൽകും. ബജറ്റ് അവതരണ വേളയിൽ കോർപ്പറേഷന്റെ നികുതി വേട്ടയ്ക്കെതിരെ കോൺഗ്രസ് കൗൺസിലർമാർ ബജറ്റിന്റെ കോപ്പി കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ചു. തുടർന്ന് രാപ്പകൽ സമരം പ്രഖ്യാപിച്ച് കൗൺസിൽ ഹാളിൽ കുത്തിയിരുന്നും പ്രതിഷേധിച്ചു. TCV തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിന്റെ ബജറ്റ് ഡെപ്യൂട്ടി മേയർ ML റോസി അവതരിപ്പിച്ചു. 261,29,80,000 രൂപ റവന്യൂ വരവും 27,24 ലക്ഷം രൂപ സാധ്യതാ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. 2024-25 വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 6,14,25,736 രൂപയാണ് നീക്കിയിരിപ്പ്. ബജറ്റിന്മേലുള്ള ചർച്ച വ്യാഴാഴ്ച നടക്കും. തൃശൂർ കോർപ്പറേഷന്റെ ബജറ്റിന് അഭിവാദ്യം അർപ്പിച്ച് CPIM ഏരിയ കമ്മിറ്റി നഗരത്തിൽ പ്രകടനം നടത്തി. കോർപ്പറേഷൻ ഓഫീസ് അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയഘോഷ് അധ്യക്ഷയായി. മേയർ MK വർഗീസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, CPIM ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കട എന്നിവർ സംസാരിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മൊഴി നൽകുന്നതിന് ഹാജരാകാൻ കെ രാധാകൃഷ്ണൻ MP-ക്ക് ED വീണ്ടും നോട്ടീസ് അയച്ചു. ഏപ്രിൽ 8-ന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രണ്ടാംഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യൽ. തട്ടിപ്പ് നടന്ന സമയങ്ങളിൽ CPM ജില്ലാ സെക്രട്ടറിയായിരുന്നു കെ രാധാകൃഷ്ണൻ. മാർച്ച് മാസം ആദ്യം തന്നെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചിരുന്നെങ്കിലും അസൌകര്യമറിയിച്ച് MP ഹാജരായിരുന്നില്ല. SSLC പരീക്ഷ അവസാനിച്ചതോടെ കൂട്ടുകാരോട് വീണ്ടും കാണാമെന്ന് പറഞ്ഞ കുട്ടികൾ സ്കൂളിന്റെ പടിയിറങ്ങി. ജീവശാസ്ത്രം പരീക്ഷയോടെയാണ് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് സമാപനമായത്. ഇനി ബലമറിയാൻ ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പാണ്. 267 കേന്ദ്രങ്ങളിലായി നടന്ന പരീക്ഷയിൽ ജില്ലയിൽ 36,090 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. പരീക്ഷ അവസാനിക്കുന്ന ദിവസം വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്കൂളുകളിൽ അതിരുവിട്ട ആഹ്ലാദ പ്രകടനം പാടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ സ്കൂൾ അധികൃതർക്കും നിർദ്ദേശം ലഭിച്ചിരുന്നതിനാൽ പരീക്ഷ അവസാനിക്കുന്ന സമയത്ത് സ്കൂളുകളിൽ PTA-യുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യമുണ്ടായിരുന്നു. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസിന്റെ കർശനമായ നിരീക്ഷണവും ഉണ്ടായിരുന്നതിനാൽ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ വിദ്യാർത്ഥികളെല്ലാം വീടുകളിലേക്ക് മടങ്ങി. കേച്ചേരിയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ബൈക്കിലും മരത്തിലും ഇടിച്ച അപകടം 6 പേർക്ക് പരിക്കേറ്റു. കേച്ചേരി തലക്കൂട്ടുകര സ്വദേശി അജിൻ, പാറേമ്പാടം സ്വദേശി വിൽസൺ, പെരുമ്പിലാവ് കോട്ടൂൽ സ്വദേശി സൗമ്യ, കോട്ടൂർ സ്വദേശി ബിവാത്തു, പാലുവായ് സ്വദേശി അജിൻ, വെള്ളിത്തിരുത്തി സ്വദേശി സൌഭാഗ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ 9:30-ഓടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ശ്രീലക്ഷ്മി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് അമിത വേഗതയിൽ മുൻപിൽ പോവുകയായിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. 30-ലധികം യാത്രക്കാർ ഉണ്ടായിരുന്ന ബസ് സമീപത്തെ മരത്തിൽ ഇടിച്ചു നിന്നതിനാൽ തോട്ടിലേക്ക് മറിയാതെ ദുരന്തം ഒഴിവായി. അപകടത്തിൽ പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിഞ്ഞനം ബീച്ച് റോഡിൽ ടിപ്പർ ലോറിയും ഇലക്ട്രിക് സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പെരിഞ്ഞനം പഞ്ചാരവളവ് സ്വദേശി പീടികപ്പറമ്പിൽ ചന്ദ്രനാണ് മരിച്ചത്. 74 വയസ്സായിരുന്നു. രാവിലെ 8 മണിയോടെ പെരിഞ്ഞനം പഞ്ചാരവളവ് പാലത്തിന് കിഴക്ക് ഭാഗത്താണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊരട്ടിക്ക് പിന്നാലെ ചാലക്കുടി നഗരത്തിലും പുലിയിറങ്ങി. ചാലക്കുടി ദേശീയപാതയ്ക്ക് തൊട്ടടുത്ത് കണ്ണമ്പുഴ റോഡിലാണ് 2 ദിവസം മുമ്പ് CCTV ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. ഐനിക്കാട്ടുമ മീത്തിൽ രാമനാഥന്റെ വീട്ടിലെ CCTV പരിശോധിച്ചപ്പോഴായിരുന്നു പറമ്പിലൂടെ പുലി നടന്നുപോകുന്ന ദൃശ്യം കണ്ടത്. തുടർന്നിവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. പരിയാരം ഫോറസ്റ്റ് റേഞ്ചിലെ മൊബൈൽ സ്ക്വാഡ് അംഗങ്ങൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നിരീക്ഷണ ക്യാമറയിൽ കാണുന്ന ദൃശ്യം പുലിയുടേതാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. വീട്ടുപറമ്പിൽ പുലിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകളും കാണപ്പെട്ടു. കഴിഞ്ഞ രാത്രികളിൽ ചില ശബ്ദങ്ങൾ കേട്ടുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാമറ പരിശോധിച്ചതെന്നും രാമനാഥൻ പറഞ്ഞു. 6 കിലോമീറ്റർ അകലെ കൊരട്ടി ചിറങ്ങരയിലാണ് 2 ആഴ്ച മുമ്പ് പുലിയെത്തിയതും ഇതിനെ പിടികൂടാൻ വനംവകുപ്പിന്റെ RRT സംഘം രംഗത്തിറങ്ങിയതും. ചാലക്കുടി പുഴയുടെ തീരത്താണ് കണ്ണമ്പുഴ റോഡ്. പുഴ കേന്ദ്രീകരിച്ച് പുലികൾ എത്താൻ സാധ്യതയുണ്ടെന്നാണ് പരിസരവാസികൾ പറയുന്നത്. കൊരട്ടിക്ക് പിന്നാലെ ചാലക്കുടിയിലും പുലിയെ കണ്ടതായി വിവരമറിഞ്ഞതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലായി. TCV ന്യൂസ്, ചാലക്കുടി.
ദീർഘനാളായുള്ള മുറവിളികൾക്കൊടുവിൽ തൃശൂർ നഗരത്തിലെ റോഡുകളിൽ വീണ്ടും സീബ്ര വരകൾ തെളിഞ്ഞു. എങ്കിലും ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ നിയമം ലംഘിക്കുന്നത് റോഡ് മുറിച്ചു കടക്കുന്നവർക്ക് ഭീഷണിയാണ്. തൃശൂർ നഗരത്തിലെത്തുന്ന കാൽനട യാത്രക്കാർക്ക് എന്നും ഭീഷണിയായിരുന്നു തൃശൂർ നഗരപരിധിയിലെ റോഡുകളിലെ മാഞ്ഞുപോയ സീബ്ര ലൈനുകൾ. റോഡ് മുറിച്ചു കടക്കാനുള്ള അടയാളപ്പെടുത്തലുകൾ ഇല്ലാത്തതിനാൽ കാൽനട യാത്രക്കാർ ഭീതിയോടെയാണ് റോഡ് മുറിച്ചു കടന്നിരുന്നത്. നഗരത്തിലെ റോഡുകളിൽ വീണ്ടും സീബ്ര ലൈനുകൾ തെളിഞ്ഞെങ്കിലും അമിത വേഗത്തിൽ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കുകയാണ് കാൽനട യാത്രികർ. നഗരത്തിലെ ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി അംഗങ്ങളുടെ ഏകോപനമില്ലായ്മയാണ് നഗരത്തിൽ വരകൾ തെളിയാൻ കാലതാമസം നേരിട്ടത്. കോർപ്പറേഷനും ട്രാഫിക് പോലീസും തമ്മിൽ നിലനിന്നിരുന്ന പരസ്പരമുള്ള പഴിചാരലാണ് ഒരു രാത്രി കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നം ഇത്ര വൈകാൻ ഇടയാക്കിയത്. തൃശൂർ പൂരം അടക്കമുള്ള ആഘോഷങ്ങൾ അടുത്തെത്തിയ സാഹചര്യത്തിലാണ് വളരെ വൈകിയാണെങ്കിലും നഗരത്തിലെ റോഡുകളിൽ സീബ്ര ലൈൻ വരയ്ക്കാനുള്ള സന്മനസ് അധികൃതർക്കുണ്ടായത്. എന്നാൽ സീബ്ര ലൈൻ കടന്നെത്തുന്ന പല ഭാഗത്തും ബാരിക്കേഡുകളാണ്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണമാണ് തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സീബ്ര ലൈനുകൾ വരച്ചു തുടങ്ങിയത്. TCV ന്യൂസ്, തൃശൂർ. കൊടുങ്ങല്ലൂരിൽ വഴിപാട് ആൾരൂപ കച്ചവടക്കാരനെ ആക്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി വട്ടോളി വീട്ടിൽ സഞ്ജുവിനെ മുളവടി കൊണ്ട് ആക്രമിച്ച കേസിൽ എടവിലങ്ങ് കുഞ്ഞയിനി ഒസാലു വീട്ടിൽ അഷ്റഫിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ഭരണി ആഘോഷത്തിന്റെ ഭാഗമായി വഴിപാട് ആൾരൂപ കച്ചവടത്തിനായി ഭാര്യയോടൊപ്പം എത്തിയ സഞ്ജുവിനെ അഷ്റഫ് യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നു. കാറളത്ത് 14-കാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ യുവാവിന് 23 വർഷം കഠിന തടവിനും 75,000 രൂപ പിഴ അടയ്ക്കുന്നതിനും ചാലക്കുടി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചു. കാറളം വടക്കൂട്ട് വീട്ടിൽ വൈശാഖിനെയാണ് ജഡ്ജി PA സിറാജുദ്ദീൻ ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി ചാലക്കുടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് T. ബാബുരാജ് കോടതിയിൽ ഹാജരായി. എരുമപ്പെട്ടി പഴവൂരിൽ ഭിന്നശേഷിക്കാരിയായ യുവതിയെ തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചു. പഴവൂർ ഈഞ്ഞക്കടവിൽ ശ്രീമതിയെയാണ് തെരുവുനായ ആക്രമിച്ചത്. റോഡിലൂടെ നടന്നു പോകുന്നതിനിടെ പഴവൂർ ജുമാ മസ്ജിദിന് സമീപത്ത് വെച്ച് നായ കടിക്കുകയായിരുന്നു. പരിക്കേറ്റ യുവതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 8 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ചെങ്ങാലൂർ സ്വദേശി അറസ്റ്റിലായി. ശാന്തിനഗർ സ്വദേശി പുതുപ്പള്ളി വീട്ടിൽ ജയപ്രകാശിനെയാണ് പുതുക്കാട് പോലീസ് പിടികൂടിയത്. ലഹരി ഉപയോഗം, വിൽപ്പന, കൈമാറ്റം എന്നിവ നേരിട്ട് അറിയിക്കാനുള്ള കേരള പോലീസിന്റെ യോദ്ധാവ് നമ്പറിലേക്ക് വന്ന സന്ദേശത്തെ തുടർന്നാണ് ഇയാൾ പിടിയിലാകുന്നത്. പുതുക്കാട് SHO V. സജീഷ് കുമാർ, SIമാരായ N. പ്രദീപ്, AV. ലാലു, ഡാൻസ് ഓഫ് SIമാരായ VG. സ്റ്റീഫൻ, റോയ് പൌലോസ്, PM. മൂസ, ASI VU. സിൽജോ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇനി റംസാൻ വിശേഷങ്ങളുമായി റംസാൻ മുബാറക്. പഴമയും പുതുമയും ഇഴചേർന്ന ചരിത്ര സ്മാരകമാണ് മതിലകം പുതിയകാവ് ജുമാ മസ്ജിദ്. കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തിന്റെ ആദ്യകാലങ്ങളാണ് ഈ മസ്ജിദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കൃത്യമായ രേഖകളില്ലെങ്കിലും നൂറ്റാണ്ടുകളുടെ പഴക്കം ഈ പള്ളിക്കുണ്ടെന്നാണ് നിഗമനം. പള്ളിയിൽ കൊത്തിവെച്ചിട്ടുള്ള 2 അറബിക് രേഖകൾ മാത്രമാണ് പള്ളിയുടെ യഥാർത്ഥ ചരിത്രം വെളിപ്പെടുത്തുന്നത്. ഒന്ന് പള്ളിയുടെ 1-ാം നിലയിലെ മട്ടുപ്പാവിലെ മച്ചിൽ സ്ഥാപിച്ചിട്ടുള്ള ഫലകത്തിൽ കൊത്തിവെച്ച അറബിക് കാലിഗ്രഫി ലിപിയും, രണ്ടാമത്തേത് പള്ളിയുടെ ഇടതുവശത്തുള്ള മക്ബറയുടെ മുൻവാതിലിൽ കൊത്തിവെച്ചിരിക്കുന്ന അറബിക് ലിപിയും. പറങ്കിപ്പള്ളിയുമായുള്ള ഏറ്റുമുട്ടലിൽ ആദ്യത്തെ പള്ളി കത്തിപ്പോയതായും ചരിത്രാന്വേഷകർ പറയുന്നു. ഇപ്പോൾ കാണുന്ന 3 നിലകളുള്ള പള്ളിക്ക് ഏകദേശം 89 വർഷത്തെ പഴക്കമേയുള്ളൂ. തേക്കുതടിയിൽ കടഞ്ഞെടുത്ത കൈപ്പിടികളുള്ള ഗോവണിയും പഴയകാലത്തെ ടെറാക്കോട്ടയിൽ നിർമ്മിച്ച ടൈൽസും പള്ളിയുടെ താഴത്തെ നിലയിലും 1-ാം നിലയിലും 2-ാം നിലയിലും കാണാം. ചിത്രപ്പണികളാൽ അലങ്കരിച്ച തേക്ക് നിർമ്മിത മരത്തൂണുകളിൽ അറബിക് ലിപികൾ കൊത്തിവെച്ചത് പള്ളിയുടെ പല ഭാഗത്തും ദൃശ്യമാണ്. ഹാളിലേക്ക് വെള്ളം ഉപയോഗിക്കുന്നതിന് കിഴക്ക് ഭാഗത്തായി പള്ളിയുടെ മുറ്റത്ത് പുരാതനമായ ഒരു കിണർ ഇന്നുമുണ്ട്. 1-ാം നിലയിലെ മട്ടുപ്പാവിൽ പള്ളിയുടെ ചരിത്രം കൊത്തിവെച്ചിട്ടുണ്ട്. നിലവിലെ ഈ പള്ളിക്ക് 89 വർഷത്തെ പഴക്കമുണ്ട്. ഈ പള്ളിയുടെ അകത്തും പുറത്തുമായിട്ട് പഴയ കാലം മുതലുള്ള അറബി ലിഖിതങ്ങളുണ്ട്. അതിൻ്റെ പരിഭാഷ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വിശാലമായ ചരിത്രം ജാറത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. രേഖാമൂലം ഇല്ലെങ്കിലും ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ 2ാമത്തെ പള്ളി എന്ന് അവകാശപ്പെടാവുന്നത്ര പഴക്കമുള്ള പള്ളി എന്നാണ് നമ്മൾ ഇവിടെ ചരിത്രങ്ങൾ മുമ്പൊക്കെ എഴുതിയിട്ടുള്ളത്. പണ്ടുകാലത്ത് ചാവക്കാട് ഭാഗത്തു നിന്നും കനോലി കനാലിലൂടെ വഞ്ചിയിലെത്തിയാണ്
ആളുകൾ പുതിയകാവ് പള്ളിയിലെത്തി ജുമുഅ നിസ്കരിച്ചിരുന്നത്. പിൽക്കാലത്ത് 40ഓളം മഹല്ലുകൾ പുതിയകാവ് പള്ളിയിൽ നിന്നും പിരിഞ്ഞുപോയി രൂപീകരിക്കപ്പെട്ടതായും പറയപ്പെടുന്നു. TCV കയ്പമംഗലം. റമദാൻ കാലത്ത് മുട്ടിച്ചൂർ പാലത്തിന് സമീപം കഴിഞ്ഞ 3 വർഷമായി രുചിയൂറും വിഭവങ്ങൾ ഒരുക്കി നൽകുകയാണ് ഒലവക്കോട്ട് വീട്ടിൽ ഉമ്മറും കുടുംബവും. ചട്ടിപ്പത്തിരി, കായബജി, മസാല ബോണ്ട, പരിപ്പുവട, പഴംപൊരി, മുളക് ബജി, വിവിധ തരം കട്ട്ലറ്റുകൾ തുടങ്ങിയ വിഭവങ്ങളാണ് ഇവർ ഉണ്ടാക്കുന്നത്. വീടിനോട് ചേർന്നാണ് നോമ്പുകാലത്ത് മാത്രമായുള്ള ഇവരുടെ വിൽപ്പന. നോമ്പ് തുറയ്ക്കുള്ള ഈ വിഭവങ്ങൾക്ക് മിതമായ വിലയെ ഈടാക്കാറുള്ളൂ. ഒട്ടുമിക്ക വിഭവങ്ങളും 10 രൂപയ്ക്ക് ഇവിടെ നിന്ന് കിട്ടും. അമിതമായ ലാഭമെടുക്കാതെ രുചികരമായ വിഭവങ്ങൾ നോമ്പുകാരുൾപ്പെടെയുള്ളവർക്ക് ലഭ്യമാക്കുകയെന്ന ആഗ്രഹമാണ് ഇവർക്കുള്ളത്. ഓരോ ദിവസവും പുതിയ വെളിച്ചെണ്ണയാണ് പലഹാരം ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത്. ഉമ്മറിന്റെ ഭാര്യ നസീറ, മക്കളായ മിസിരി, ബാസിദ എന്നിവരും ചേർന്നാണ് വിഭവങ്ങൾ ഒരുക്കുന്നത്. രാവിലെ തുടങ്ങുന്ന പലഹാരപ്പണി വൈകിട്ട് 3ഓടെ കൊതിപ്പിക്കുന്ന മണവും രുചിയുമുള്ള വിഭവങ്ങളായി വീടിന് മുൻപിലെ മേശയിൽ നിരക്കുന്നതോടെ പൂർത്തിയാകും. 3 വർഷത്തോളമായി റംസാന് ഞങ്ങളുടെ കച്ചവടം തുടങ്ങിയിട്ട്. പൊരിവറവ് അങ്ങനത്തെ കച്ചവടങ്ങളാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. വീടിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ കച്ചവടം തുടങ്ങിയിട്ടുള്ളത്. നിശ്ചിത അളവിൽ കുറച്ച് ഐറ്റംസാണ്, വളരെ കുറച്ച് ഐറ്റംസാണ് ഞങ്ങോട്ട് ഇതാക്കണതും അതുണ്ടാക്കി ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഏറ്റവും നിശ്ചിത പരിമിത ഇതിൽ നമ്മൾ ഉണ്ടാക്കുള്ളൂ. പിറ്റേ ദിവസം പുതിയ എണ്ണ വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. നോമ്പ് തുറക്കുന്നതിന് മുൻപേ ഒട്ടുമിക്ക വിഭവങ്ങളെല്ലാം വിറ്റഴിയും. നോമ്പെടുത്തുകൊണ്ടുണ്ടാക്കുന്ന ഈ വിഭവങ്ങളിൽ രുചി നോക്കാതെ തന്നെ ഉപ്പ്, മുളക് തുടങ്ങിയ ചേരുവകളൊക്കെ കൃത്യമായി പാകത്തിന് വരുന്നത് ഇവരുടെ സവിശേഷമായ കൈപുണ്യമാണെന്നാണ് ചൂടോടെ ഈ പലഹാരങ്ങൾ വാങ്ങുന്നവർ പറയുന്നത്. TCV ന്യൂസ്, തൃശൂർ. ആശാവർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും സമരം ന്യായമാണെന്നും UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ ആശാവർക്കർമാരുടെയും അങ്കണവാടി ജീവനക്കാരുടെയും ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ DCCയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷനു മുന്നിൽ സംഘടിപ്പിച്ച ധർണയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ IP പോൾ, ജോൺ ഡാനിയൽ, K ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കല്ലൂരിൽ യുവാവിനെ കമ്പികൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കല്ലൂർ മാവിൻചുവട് സ്വദേശി മഠത്തിപ്പറമ്പിൽ വീട്ടിൽ ജിതിൻ ലാലിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തലയ്ക്കും കൈക്കും കാലിനും ഇരുമ്പ് കമ്പികൊണ്ട് അടിയേറ്റ പ്ലാവിൻകുന്ന് സ്വദേശി കുറുവത്ത് വീട്ടിൽ ജിത്തു ചികിത്സയിലാണ്. തിങ്കളാഴ്ച രാത്രി കല്ലൂർ മാവിൻചുവടിലായിരുന്നു സംഭവം. 3 മാസം മുമ്പ് ജിതിൻലാലിൽ നിന്ന് ജിത്തു 10,000 രൂപ പലിശയ്ക്ക് കടം വാങ്ങിയിരുന്നു. കടം വാങ്ങിയ തുക തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ഫോണിൽ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് ബന്ധുവീട്ടിൽ പോയി തിരിച്ചു വരുന്നതിനിടെ റോഡിൽ തടഞ്ഞു നിർത്തിയാണ് പ്രതി യുവാവിനെ ആക്രമിച്ചത്. പ്രതിക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തു. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എന്ന കുട്ടിക്കാലം മുതലുള്ള മോഹം സാക്ഷാത്കരിച്ച് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഇടുക്കിയിൽ ജീപ്പിൽ ക്ലീനറായി പോയപ്പോൾ മുതലുള്ള മോഹത്തിന് ഒടുവിൽ സാക്ഷാത്കാരം. അത്താണിയിലെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ബസ്സോടിച്ച കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കി. തേയിലച്ചാക്ക് ചുമന്നും കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു ബാല്യമുണ്ട് തൃശൂർ കളക്ടർക്ക്. പടിപടിയായുള്ള പ്രയാണത്തിൽ പർവ്വതാരോഹകനാകണമെന്ന സ്വപ്നവും അദ്ദേഹം പൂർത്തീകരിച്ചിരുന്നു. യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആൽബ്രസ് പർവ്വതവും ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ പർവ്വതവും കീഴടക്കി ത്രിവർണ്ണ പതാക നാട്ടിയിട്ടുണ്ട് തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഇടുക്കിയിൽ ജീപ്പിൽ ക്ലീനറായി പോയപ്പോഴാണ് ഡ്രൈവിംഗ് പഠിച്ചത്. അന്നു മുതൽ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് മോഹവും ഉണ്ടായിരുന്നതായി കളക്ടർ പറയുന്നു. TCV തൃശൂർ. 6 പഞ്ചായത്തുകളെ പന്നിയങ്കര ടോൾ പ്ലാസയുടെ ടോളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ലോക്സഭയിൽ ആവശ്യപ്പെട്ട് K രാധാകൃഷ്ണൻ MP.
പാണഞ്ചേരി, പുതുക്കോട്, കിഴക്കഞ്ചേരി, വണ്ടാഴി, കണ്ണമ്പ്ര, വടക്കഞ്ചേരി പഞ്ചായത്തുകളെ ടോളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ പഞ്ചായത്തുകളിലുള്ളവർക്ക് ടോൾ ഇളവ് അനുവദിക്കണമെന്ന് കെ രാധാകൃഷ്ണൻ ലോക്സഭയിൽ റൂൾ 377 പ്രകാരം ആവശ്യപ്പെട്ടു. പാട്ടുകൾ ചൂളം വിളിയിലൂടെയാക്കി ശ്രദ്ധേയനാവുകയാണ് അമ്മാടം സ്വദേശി ഫ്രാൻസി. സ്വർണ്ണാഭരണ നിർമ്മാണ രംഗത്ത് ഡിസൈൻ കട്ടറായി ജോലി ചെയ്യുന്ന അമ്മാടം പെല്ലിശ്ശേരി ഫ്രാൻസി ഇതിനകം നിരവധി ഗാനങ്ങൾ ചൂളം വിളിയിലൂടെ യൂട്യൂബ് പേജിലും മറ്റു വേദികളിലും പാടിക്കഴിഞ്ഞു. സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലാത്ത ഫ്രാൻസിക്ക് ക്ലാസിക്, സെമി ക്ലാസിക് ഗാനങ്ങളും ചൂളം വിളിച്ച് പാടാനാകും. വേദികളിൽ കരോക്കയുടെ പിന്തുണയോടെയാണ് പാടാറുള്ളത്. ഗാനമേള വേദികളിൽ അവസരം ചോദിക്കുമ്പോൾ ആദ്യം മുഖം ചുളിക്കുന്ന ഗാനമേള സംഘാംഗങ്ങൾ പാട്ട് പൂർത്തിയാകുമ്പോൾ അഭിനന്ദിക്കാറുണ്ടെന്ന് ഫ്രാൻസി പറഞ്ഞു. 5-6 കൊല്ലം മുന്നേ ഞാൻ അത് ചെയ്തു തുടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ അങ്ങനെ സ്റ്റേജുകളിലൊന്നും ചെയ്യണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്റ്റേജുകളിലൊക്കെ കയറി ചെറിയ തോതിലൊക്കെ ചെയ്യുന്നുണ്ട്. ചില ഗാനമേള ട്രൂപ്പുകളിലും കുറേശ്ശെ ചെയ്യാനായിട്ടുള്ളൊരു അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എന്ത് പരിപാടികളും വന്നു കഴിഞ്ഞാൽ അങ്ങനെ പോയി ചെയ്യും. ഇപ്പോൾ വല്ല കല്യാണങ്ങളോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളവിടെ പോയി അത് ചെയ്യണ കേസുകളാണ്. ഈ നിർധനരായ രോഗികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് വെച്ച് റോഡ് ഷോ പരിപാടി, അതായത് ആ പാർട്ടിക്കും കൂടി താല്പര്യമാണെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാം, ഒരു പൈസയും മേടിക്കാണ്ട് ചെയ്തു കൊടുക്കാം എന്നുള്ളൊരു ആലോചനയുണ്ട്. വേദികളിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും നവമാധ്യമങ്ങളിലൂടെ ഈ അവതരണങ്ങൾ നിരവധി പേർ ആസ്വദിക്കാറുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ശേഖരണത്തിനായി തെരുവോരങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്ന സംഗീത പരിപാടികളിൽ പ്രതിഫലമില്ലാതെ പാടാൻ ഈ കലാകാരൻ സന്നദ്ധനാണ്. തിരക്കുകൾക്കിടയിലും ചൂളം വിളിപ്പാട്ടിനായി സമയം കണ്ടെത്തുന്ന ഈ 55-കാരന് പ്രോത്സാഹനവുമായി കുടുംബവും ഒപ്പമുണ്ട്. TCV ന്യൂസ്, തൃശൂർ. EPF പെൻഷൻ മിനിമം 5000 രൂപയെങ്കിലും ആക്കണമെന്ന് BMS ദേശീയ സെക്രട്ടറി വി രാധാകൃഷ്ണൻ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS അഖിലേന്ത്യാ വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തൃശൂർ കേന്ദ്ര GST ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, AM ബിബിൻ, P ആനന്ദൻ, KN വിജയൻ, MK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പിണറായി ഭരണത്തിൽ പഞ്ചാബിനെ പിന്തള്ളി കേരളം ലഹരിമരുന്ന് ഉപയോഗത്തിൽ 1ാം സ്ഥാനത്തെത്തിയതായി BJP സംസ്ഥാന വക്താവ് VV രാജേഷ് പറഞ്ഞു. പിണറായി ഭരണത്തിൽ കയറൂരിവിട്ട ലഹരി മാഫിയകളെ അമർച്ച ചെയ്യും വരെ സന്ധിയില്ലാ സമരമെന്ന മുദ്രാവാക്യമുയർത്തി BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജാഗ്രതാ ജ്വാല നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ തെക്കേ ഗോപുരനടയിൽ നിന്നും പൂത്തോൾ എക്സൈസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MS സമ്പൂർണ്ണ, മണ്ഡലം പ്രസിഡന്റുമാരായ രഘുനാഥ് C മേനോൻ, ബിബിൻ ഐനിക്കുന്നത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ പങ്കെടുക്കുന്ന ജാഗ്രതാ സദസ്സും അതോടൊപ്പമുള്ള നൈറ്റ് മാർച്ചിലും മേയർ MK വർഗീസിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, TJ സനീഷ് കുമാർ ജോസഫ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, K പോൾ തോമസ്, അഡ്വക്കേറ്റ് KG അനിൽകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഒരു ദിനമായി ഇന്ന് നമുക്ക് രാഷ്ട്രീയവും വ്യത്യാസമില്ലാത്ത വിധത്തിലുള്ള സഹോദര സ്നേഹം പോകുന്ന വ്യവസ്ഥയിൽ നിന്ന് മാറ്റി നിലനിൽക്കുന്ന
ഗുരുവായൂർ ക്ഷേത്ര നഗരിക്ക് 336 കോടി രൂപയുടെ ബഡ്ജറ്റ്. ക്ഷേമം, വികസനം, സമഗ്ര പുരോഗതി വിഭാവനം ചെയ്ത് നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷനോജാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 366 കോടി 92,49,764 രൂപ വരവും 362 കോടി 23,27,500 രൂപ ചെലവും 4 കോടി 69,22,264 കോടി രൂപയുടെ മിച്ചവുമുള്ളതാണ് ബജറ്റ്. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ കുഞ്ഞുണ്ണിമാഷ് അനുസ്മരണം സംഘടിപ്പിച്ചു. വലപ്പാട് കുഞ്ഞുണ്ണിമാഷ് സ്മാരകത്തിൽ കുഞ്ഞുണ്ണിമാഷ് സ്മാരക സമിതിയുടെ സഹകരണത്തോടെ നടന്ന അനുസ്മരണ സമ്മേളനം സിസി മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, കവി PP രാമചന്ദ്രൻ, അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ, കുഞ്ഞുണ്ണിമാഷ് സ്മാരക സമിതി സെക്രട്ടറി VR ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോഴും സമർപ്പിക്കുന്നു. പെരുവനം ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ അവലോകന യോഗം ചേർന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പോലീസ് സുരക്ഷയും ആനകളുടെ ലഭ്യതയും സാമ്പത്തിക സഹായവും ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്ന് K. രവീന്ദ്രൻ പറഞ്ഞു. ബോർഡ് അംഗം KP അജയൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി P. ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. മണലിപ്പുഴയിൽ മീനുകൾ ചത്തുപൊങ്ങി. പുഴയിലെ വെള്ളത്തിലും നിറവ്യത്യാസമുള്ളതായും പരാതിയുണ്ട്. സംഭവത്തിന്റെ കാരണം കണ്ടെത്തണമെന്നും മണലിപ്പുഴയിലെ ജലം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ആവശ്യമുയരുന്നു. എറവക്കാട് ഓടഞ്ചിറ ഷട്ടർ തുറന്നതിന് ശേഷമാണ് വെള്ളത്തിൽ നിറവ്യത്യാസം കണ്ടു തുടങ്ങിയതെന്നും മീനുകൾ ചത്തുപൊങ്ങുന്ന സ്ഥിതി ഉണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു. മണലിപ്പാലത്തിന് സമീപം വരെ മണലിപ്പുഴയിൽ സമാന അവസ്ഥയാണുള്ളത്. കുടിവെള്ള പദ്ധതിക്കടക്കം ഉപയോഗിക്കുന്ന വെള്ളമാണിത്. ഷട്ടർ തുറക്കുമ്പോൾ നഞ്ച് കലക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ജലം മലിനമായതിന്റെ കാരണം പരിശോധന നടത്തി കണ്ടെത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. മാലിന്യ കൂമ്പാരം കൊണ്ട് നികത്തിയെടുക്കുന്ന കുഴികളും കാലങ്ങളായി ലവണാംശം അടിഞ്ഞ് തരിശായി കിടക്കുന്ന കളിമണ്ണെടുത്ത അഗാധ ഗർത്തങ്ങളും മഴയിൽ നിറഞ്ഞ് പുഴയിലേക്ക് ഒഴുകിയതാണോ, പുഴയിൽ വിഷമയമായ എന്തെങ്കിലും കലർന്നതാണോ എന്നും വ്യക്തത ഉണ്ടാകണമെന്ന് മണലിപ്പുഴ സംരക്ഷണ സമിതിയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ആവശ്യപ്പെട്ടു. ഓടഞ്ചിറ ഷട്ടർ മുതൽ മണലിപ്പാലം വരെയുള്ള വെള്ളം നിറവ്യത്യാസം വരികയും അതിനോടൊപ്പം തന്നെ മീനുകൾ വ്യാപകമായിട്ട് ചത്തുപൊന്തുകയും ചെയ്യുന്നത് 2 ദിവസം മുന്നാണ് ഉണ്ടായത്. അതിനുശേഷം ശാസ്ത്രാഹിത്യ പരിഷത്തിൻ്റെ നെന്മണിക്കര മണലിപ്പുഴ സംരക്ഷണ സമിതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇത് ഇറിഗേഷൻ വകുപ്പിൻ്റെ ഇതിലുമായിട്ട് പരാതിപ്പെട്ടു. കാരണം നന്ദിപുലത്ത് കുറുമാലിപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. നന്ദിപുലം വെളിയത്തുപറമ്പിൽ രാജന്റെ മകൻ 25 വയസ്സുള്ള ശ്രീരാഗാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രിയാണ് നന്ദിപുലം പാറക്കടവിൽ ശ്രീരാഗിനെ കാണാതായത്. എറണാകുളത്തെ സ്വകാര്യ ലിഫ്റ്റ് കമ്പനിയിലെ ടെക്നീഷ്യനായ ശ്രീരാഗ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ശ്രീരാഗിന്റെ ബൈക്കും ബാഗും വീടിന് സമീപത്തെ ക്ഷേത്രത്തിനരികിൽ നിന്നും ഷൂ പുഴക്കടവിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. എളനാട് പരുത്തിപ്രയിൽ മരത്തിൽ നിന്നും വീണ യുവാവ് മരിച്ചു. പരുത്തിപ്ര കുട്ടാടൻചിറ വടക്കേ കുളമ്പിൽ യൂസഫിന്റെ മകൻ 43 വയസ്സുള്ള കബീറാണ് മരിച്ചത്. അപകടം സംഭവിച്ചയുടൻ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മോഹൻലാൽ ചിത്രമായ എമ്പുരാൻ തങ്ങളുടെ കസ്റ്റമേഴ്സിന് കാണാൻ അവസരമൊരുക്കി ശ്രദ്ധേയമാവുകയാണ് ലോറീസ് സ്നൂട്ട്സൺ എന്ന ഇലക്ട്രിക്കൽ കമ്പനി. മലയാളികൾ ഏറെക്കാലമായി കാത്തിരുന്ന എമ്പുരാൻ എന്ന സിനിമ ലോറീസ് സ്നൂട്ട്സൺ എന്ന ഇലക്ട്രിക്കൽ കമ്പനിയാണ് തങ്ങളുടെ കസ്റ്റമേഴ്സിനായി പുഴയ്ക്കൽ ശോഭ സിറ്റിയിലെ ഐനോക്സ് തിയേറ്ററിൽ ഒരു ഷോ മുഴുവൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 7:40 ഷോയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. LNT എന്ന പേരിൽ നിന്ന് ലോറീസ് സ്നൂട്ട്സൺ എന്ന പേരിലേക്ക് മാറിയ കമ്പനി എക്കാലത്തും തങ്ങളോടൊപ്പം നിന്ന കസ്റ്റമേഴ്സിന് സമ്മാനമെന്ന നിലയ്ക്കാണ് റിലീസ് ദിവസം തന്നെ ഷോ കാണാൻ അവസരമൊരുക്കുന്നതെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. ടിക്കറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം തൃശൂർ കാനാട്ടുകര പെവ്സ് ഹോം സൊല്യൂഷൻസ് ഡിസ്ട്രിബ്യൂഷനിൽ നടന്നു. കമ്പനി ക്ലസ്റ്റർ ഹെഡായ V. പ്രദീപ് ആദ്യ ടിക്കറ്റ് വിതരണം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. കമ്പനി ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ ബിവിൻ വർഗീസ്, ഡിസ്ട്രിബ്യൂട്ടർ PV ശ്രീരാം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തെ പ്രമുഖ ഇലക്ട്രിക് ബ്രാൻഡായ LNT ഇപ്പോൾ ലോറീസ് സ്നൂട്ട്സൺ എന്ന ബ്രാൻഡ് നെയിമിൽ MCB, ELCB, DB, സ്വിച്ചസ് തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ പ്രമുഖ നിർമ്മാതാക്കളാണ്.
കൂടുതൽ വിവരങ്ങൾക്ക് 9895 533888. ഇനി വാണിജ്യം. തൃശൂർ പൂത്തോളിൽ പ്രവർത്തിക്കുന്ന ഹൈടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രാക്ടിക്കൽ യാർഡിൽ പുതിയ റീച്ച് ട്രക്കിന്റെ ലോഞ്ചിംഗ് നടന്നു. ഹൈടെക് ഗ്രൂപ്പ് സിഇഒ VM പ്രവീൺ റീച്ച് ട്രക്കിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. ജനറൽ മാനേജർ ശ്രീമോഹൻ, സ്റ്റാഫ് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2005 പ്രവർത്തനം ആരംഭിച്ച ഹൈടെക് ഗ്രൂപ്പ് പൂത്തോൾ വഞ്ചിക്കുളം റോഡിലെ ഗ്ലോബൽ ടവർ ബിൽഡിംഗിലാണ് പ്രവർത്തിക്കുന്നത്. JCB, ക്രെയിൻ, ഹിറ്റാച്ചി, ഫോർക്ലിഫ്റ്റ്, ഹെവി ഹൈഡ്രോളിക് മെഷീനറികളുടെ ഓപ്പറേറ്റിംഗ് കോഴ്സുകൾ, 1 ഇയർ മെക്കാനിക്കൽ കോഴ്സുകൾ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകൾ, എർത്ത് മൂവേഴ്സ് എന്നീ മേഖലയിൽ മുൻനിരയിൽ നിൽക്കുന്ന സ്ഥാപനമാണ് ഹൈടെക് ഗ്രൂപ്പ്. ലോജിസ്റ്റിക്സ് മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങൾക്കായി ട്രെയിനിംഗ് നൽകുന്നതിന് ലേറ്റസ്റ്റ് ടെക്നോളജിയോടുകൂടിയ റീച്ച് ട്രക്ക് തൃശൂരിൽ ആദ്യമായാണ് ലഭ്യമാക്കുന്നതെന്ന് ഹൈടെക് ഗ്രൂപ്പ് സിഇഒ VM പ്രവീൺ പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അഡ്മിഷൻ നേടുന്നവർക്ക് ഹൈടെക് സ്പെഷ്യൽ ഓഫർ നൽകുന്നുണ്ട്. കേരളത്തിൽ ആദ്യമായി ലേറ്റസ്റ്റ് ടെക്നോളജിയോടുകൂടിയ റീച്ച് ട്രക്ക് ഓപ്പറേറ്റിംഗ് പരിശീലനത്തിന് കുറഞ്ഞ ഫീസേ ഈടാക്കുന്നുള്ളൂ. റെഗുലർ സൺഡേ ബാച്ചസ്, ഫ്രീ ഹോസ്റ്റൽ, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, ഷോർട്ട് ടേം സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തുടങ്ങിയവ ഹൈടെക്കിന്റെ മാത്രം സവിശേഷതയാണ്. ഹൈടെക് അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, ഹൈടെക് കോളേജ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഹൈടെക് അക്കാഡമി ഡ്രൈവിംഗ് സ്കൂൾ, ഹൈടെക് ഹൈഡ്രോളിക് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് സർവീസ് ഡിജിറ്റൽ വേൾഡ്, ഹൈടെക് എർത്ത് മൂവേഴ്സ്, ഹൈടെക് കോളേജ് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് SCM എന്നിവ ഹൈടെക് ഗ്രൂപ്പിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളാണ്. സാങ്കേതിക വിദ്യയിലൂടെ വ്യത്യസ്തത പുലർത്തുന്ന ഹൈടെക് ഗ്രൂപ്പിന്റെ മികവിന് വിവിധ തലങ്ങളിൽ നിന്ന് ഹൈടെക് ഗ്രൂപ്പ് സിഇഒ VM പ്രവീൺ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8195 രൂപ, പവന് 65,560 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3362 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര കുഴൽപ്പണക്കേസിൽ ED റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച CPM. ED സംരക്ഷിച്ചത് BJPയുടെ താൽപര്യമെന്ന ആക്ഷേപം. വടക്കാഞ്ചേരിയിൽ പോലീസിനെ വെട്ടിച്ചു കടന്ന കുറ്റവാളി വിനീതനായി തിരച്ചിൽ ഊർജിതം. പ്രതി കുമ്പളങ്ങാട് നിന്നും മോഷ്ടിച്ച ബൈക്കിൽ കടന്നതായി സൂചന. 1197 കോടി രൂപയുടെ ബജറ്റുമായി തൃശൂർ കോർപ്പറേഷൻ. റെയിൽവേ സ്റ്റേഷൻ മുതൽ ശക്തൻ സ്റ്റാൻഡ് വരെ എലിവേറ്റഡ് വാക്കലേറ്റ് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മൊഴി നൽകുന്നതിന് ഹാജരാകാൻ K രാധാകൃഷ്ണൻ MPക്ക് ED വീണ്ടും നോട്ടീസ് അയച്ചു. ഏപ്രിൽ 8 ഹാജരാകാൻ നിർദ്ദേശം. SSLC പരീക്ഷ സമാപിച്ചു. അവസാന ദിനത്തിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പും പോലീസും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.